വളാഞ്ചേരി ലൊക്കാലിറ്റിയിൽ റബി റൈദാൻ കുഴിമന്തിയുടെ ലൊക്കേഷൻ എക്സാക്റ്റായിട്ട് വരുന്നത് കാവുംപുറം ജുമാ മസ്ജിദിൻ്റെ തൊട്ടു മുന്നിലാണ്. RR ബൈറ്റ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളാഞ്ചേരി പട്ടാമ്പി റോഡിലായിരുന്നു ആദ്യത്തെ റബി റൈദാൻ്റെ ലൊക്കേഷൻ വന്നിരുന്നത്. പിന്നീട് അവരുടെ മെനുവിലും അതേപോലെ തന്നെ അവരുടെ ആംബിയൻസ് ആൻഡ് സെറ്റിങ്ങിലും കൂടെ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തിയിട്ടാണ് കാവുംപുറത്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരേ സമയത്ത് തന്നെ 80-ലേറെ ആളുകൾക്ക് കഴിക്കാനുള്ള സൗകര്യം ഇതിൻ്റെ ഉള്ളിലുണ്ട്. പിന്നിട്ട വഴികളിൽ ഞാനും അവിടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കണക്ഷനും കൂടെ റൈദാനായിട്ട് എനിക്കുണ്ട്. അവിടെയുള്ള എല്ലാ ഐറ്റംസും ഒരു ദിവസം കൊണ്ട് ഓർഡർ ചെയ്തിട്ട് എല്ലാം കൂടെ ഒറ്റയടിക്ക് ടേസ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട മെയിൻ ഐറ്റംസ് നമ്മൾ കൊള്ളിച്ചിട്ടുകൊണ്ടാണ് ഈ വ്ലോഗ് ചെയ്യുന്നത്. അങ്ങനെ ഫുഡ് റെഡിയായി നമുക്ക് സെർവ് ചെയ്യപ്പെട്ടു. ഈയിടെ ആയിട്ട് നിശ്ചിത ആഴ്ചകൾ സെലക്റ്റഡ് പീസുകൾ എടുത്തുകൊണ്ട് അതിലൊക്കെ ഓഫറും കൂടെ റൈദാൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് സെർവ് ചെയ്യപ്പെട്ട തളികയിൽ കൊള്ളിക്കാത്ത ഐറ്റംസും കൂടെ ഇവിടെ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ ചൈനീസ് ഐറ്റംസും ഇവിടെ മെനുവിൽ ഉണ്ട്. മെയിനായിട്ട് ഇവിടുത്തെ ഐറ്റം മന്തി തന്നെയാണ്. മറ്റു മന്തികളെ അപേക്ഷിച്ചിട്ട് സാധാരണ റൈസ് തിന്നാൽ നമുക്കൊരു ക്ഷീണോ മടുപ്പോ വരാത്ത രീതിയിലാണ് ഇവരെ പാചകം. ചിക്കനിലെ മന്തി, മട്ടനിലെ മന്തി, ബീഫിലെ മന്തി ഏകദേശം 170 മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ട് 370 വരെയാണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഫസ്റ്റായിട്ട് ഹണി അൽഫാം മന്തിയിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മധുരം ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ എരിവ് പറ്റാത്ത കുട്ടികൾക്കൊക്കെ പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഹണി അൽഫാം മന്തി. ഹണി അൽഫാമിൻ്റെ നേരെ വിപരീതമാണ് പെരി പെരി അൽഫാം. റെഡ് ചില്ലി ഫ്ലേക്സിൻ്റെ ടേസ്റ്റും കുറച്ച് സ്പൈസി ആയിട്ട് സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഇത്. ഇനി അഥവാ എരിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ നമുക്ക് മയണീസോ അല്ലെങ്കിൽ റൈസോ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ അവിടുന്ന് ടേസ്റ്റ് ചെയ്തത് അൽഫാമിലുള്ള മന്തിയാണ്. സ്പൈസി അല്ല അല്ലെങ്കിൽ സ്വീറ്റും അല്ല, രണ്ടിൻ്റെ ഒരു മീഡിയം ലെവലിൽ ഒരു നോർമൽ മസാല സാധനം ടേസ്റ്റ് ഉണ്ട്. അൽഫാം കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ ടേസ്റ്റ് ചെയ്തത് അവിടുത്തെ ഷവായയിലുള്ള മന്തിയാണ്. അതിൻ്റെ മേലൊരു മസാല വരുന്നുണ്ട്. മസാല ഇട്ടിട്ട് ആദ്യം നമ്മൾ റൈസ് കഴിച്ച് നോക്കി. മസാല ടേസ്റ്റ് ഉണ്ട്, ഷവായ നോർമൽ ടേസ്റ്റും. അങ്ങനെ രണ്ടും കൂടെ ഓവറോൾ കുഴപ്പമില്ല. മീറ്റ് അത്യാവശ്യം സോഫ്റ്റ് ആയിരുന്നു. അതേപോലെ തന്നെ ഇവിടെ ഫ്രൈഡ് ചിക്കനിലും മന്തി അവൈലബിൾ ആണ്. ഫ്രൈഡ് ചിക്കൻ വെക്കാൻ പാത്രത്തിലും സ്ഥലം ഉണ്ടായിട്ടില്ല, നമുക്ക് കഴിക്കാനും സ്പേസ് ഉണ്ടായില്ല. അടുത്തതായിട്ട് കാന്താരിയുള്ള മന്തി. കാന്താരി എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, അത് അത്യാവശ്യം സ്പൈസിയാണ്. വെള്ളമടിക്കുന്നവർക്ക് ടച്ചിങ്സ് ആയിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഐറ്റമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതാദ്യം ഒന്ന് വേവിച്ചിട്ട് കല്ലിലിട്ടിട്ട് അരിച്ച് പരത്തിയിട്ട് മസാല ഒഴിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് വേവിച്ചെടുക്കുന്ന ഒരു ഐറ്റം. മസാലകളുടെ ടേസ്റ്റ് ഇഷ്ടമുള്ള ആളുകൾ അതേപോലെ സ്പൈസി ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് എടുക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് കാന്താരി. കാന്താരി ഉണ്ടാക്കിയതുപോലെ തന്നെ കല്ലിലടിച്ച് പരത്തിയിട്ട് പക്ഷെ ഒരു വ്യത്യസ്ത മസാല ഉപയോഗിച്ചുകൊണ്ട് വേവിച്ചെടുക്കുന്ന വേറൊരു ഐറ്റമാണ് പൊള്ളിച്ചത്. കാന്താരിയുടെ അത്രയ്ക്ക് സ്പൈസി അല്ല എങ്കിലും മസാലകളുടെ ഒരു ആർഭാടം നമുക്കത് ടേസ്റ്റ് ചെയ്യുമ്പോൾ കിട്ടും. മയോണൈസ് തീരെ ഉപയോഗിക്കാതെയാണ് ഞാൻ ഇതുവരെ ഓരോന്നും ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. മയോണൈസ് പൊതുവെ എല്ലായിടത്തും ഒരേ ടേസ്റ്റാണ്. നമ്മൾ അതിൻ്റെ ഒപ്പം എന്ത് ആഡ് ചെയ്താലും പിന്നെ കംപ്ലീറ്റ് ഒരു മയോണൈസിൻ്റെ ഫ്ലേവറായിട്ട് മാറും. ബീഫിലും കാന്താരി പൊള്ളിച്ചത് അവൈലബിൾ ആണ്. അതേ കല്ലിൽ തന്നെ അടിച്ച് പരത്തിയിട്ട് വേവിക്കുന്ന റൈറ്റാണ്. അതേപോലെ നോർമൽ മന്തിയിലും ബീഫിലുണ്ട്. ചിക്കനിൽ ഉപയോഗിക്കുന്ന അതേ മസാലകൾ തന്നെയാണ് ബീഫിലും ഉപയോഗിക്കുന്നത്. മീറ്റിൽ മാറ്റമുണ്ട് എന്ന് മാത്രം. ഇതിൽ തന്നെ നോർമൽ മന്തിയുടെ പീസിൽ വരുന്നുണ്ട്. അതേപോലെ പ്രീ ബുക്ക് ചെയ്താൽ മട്ടൺ മന്തി ഇവിടെ അവൈലബിൾ ആണ്. ഏകദേശം ഒരു 7-8 പീസ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ആൾക്കത് കംപ്ലീറ്റ് ആക്കുക എന്നുള്ളത് ഇമ്പോസിബിളാണ്. പുറത്തുനിന്ന് 2 ആളും കൂടെ ഇറക്കി ബാക്കി നമ്മൾ പാർസൽ ചെയ്തു.